എൻ്റെ പിള്ളേരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ +1 ബയോളജി എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് ബയോളജിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. റെഡി? സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊരു എക്സാമിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, എത്ര മാർക്കിന് ചോദിക്കും, അത് എത്ര പോയിൻ്റ് അല്ലെങ്കിൽ എത്ര സെൻറ്റൻസ് എഴുതണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ വേണം. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കോണേ. നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ 1/2 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, 1 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, 1.5 മാർക്ക് ഉണ്ടാവും, 2 മാർക്ക് ഉണ്ടാവും, 2.5 മാർക്ക് ഉണ്ടാവും, 3 മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 1/2 മാർക്കിന് എത്ര എഴുതണം? ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റ് എഴുതിയാൽ മതി. അതൊക്കെയാണോ? ഇനി 1 മാർക്കിനാണെങ്കിൽ നിങ്ങൾ 1-2 സെൻറ്റൻസ് ചെയ്താൽ, അല്ല 1-2 പോയിൻ്റ് എഴുതിയാൽ മതിയടാ. അതുപോലെ തന്നെ 1.5 മാർക്കിനാണെങ്കിൽ നിങ്ങളൊരു 3 പോയിൻ്റ് മിനിമം എഴുതണം, അല്ലെങ്കിൽ 3 സെൻറ്റൻസ്. 2 മാർക്കിന് 4 പോയിൻ്റ് മസ്റ്റായിട്ട് എഴുതണം, മിനിമം 4 പോയിൻ്റ്, മാക്സിമം ഒരു 5 പോയിൻ്റ് മതിടാ, 5 മതി. ഓക്കെ, ഇനി അടുത്തത് 2.5 മാർക്കിന് നിങ്ങൾ 5 പോയിൻ്റ് എഴുതണം, അല്ലെങ്കിൽ സെൻറ്റൻസ് 5 സെൻറ്റൻസ് എഴുതാം. 3 മാർക്കിന് 6 പോയിൻ്റ് എഴുതാം, അല്ലെങ്കിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തേതാണ് ഡയഗ്രംസ് അല്ലെങ്കിൽ ഫിഗർ തന്നിട്ട് എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി വേറൊരു സത്യം എന്താണെന്നറിയോ? ബയോളജി എക്സാമിൽ ഫിഗർ ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഡയഗ്രം വെച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അത് റെഡിയാണോ? അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയേക്കണം. അടുത്താണ് ഗ്രാഫും ചോദിക്കാറുണ്ട്. അടുത്തത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ടിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ പറയുകയാണ് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കും? അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്, സിമ്പിളായിട്ട് എഴുതി കൊടുത്താൽ മതി. അതായത് അത് എന്ത് ചെയ്യുന്നു, റൂട്ടിൻ്റെ ധർമ്മം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് സെറ്റായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഡെഫിനിഷൻ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങളോട് എഴുതാൻ ചോദിച്ചു നോക്ക്. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇത്രേ ഉള്ളൂ: വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം പ്രസൻറ്റ് ഇൻ പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, അതാണ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് എന്ന് നിങ്ങൾ എഴുതുക. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്താണതെന്ന് സിമ്പിളായിട്ട് എഴുതി കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രധാന ഘടകങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഫീച്ചേഴ്സാണ് പൊതുവെ ചോദിക്കാറ്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇത് കൊടുത്താൽ മതി: ഗ്രോത്ത്, റെസ്പിറേഷൻ, അതുപോലെ തന്നെ മൊമെൻറ്റ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണം ലിവിങ് ഓർഗാനിസത്തിന്, പ്രധാന ഘടകങ്ങൾ. കാരണം നമ്മൾ ലിവിങ് ഓർഗാനിസം അല്ലേ, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ വളരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. വേറൊന്നുമില്ല, നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും, എന്നിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്താൻ പറയും. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്താൻ പറയും. ഓക്കെ, അത് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക, അതുമായിട്ട് യോജിക്കുന്ന കാര്യം എഴുതാം. ഓക്കെ, അത് മനസ്സിലായില്ലേ? വിലയിരുത്താം. ചുരുക്കി പറഞ്ഞ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്താമെന്നാണ് അർത്ഥം. അത് കത്തിയല്ലോ. അത് നിങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്തതാണ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് പോരായ്മകൾ. അടുത്തതാണ് അഡ്വാൻറ്റേജ്. ഓക്കെ, അഡ്വാൻറ്റേജും സിമ്പിളാണ്, ഗുണങ്ങൾ. പിന്നെ ഡിസഡ്വാൻറ്റേജും ചോദിക്കാറുണ്ട്, അത് ദോഷം. ഓക്കെ, അത് കത്തിയോ? ഇനി വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, എക്സാമ്പിൾ പഠിക്കാൻ നിങ്ങൾ പോകരുത്. പരീക്ഷയ്ക്ക് എക്സാമ്പിൾ പഠിക്കാതെ പോകരുത്. നിങ്ങളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിന് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 1 മിനിമം പഠിക്കും.